ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിതൊരു ന്യൂ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. +1 പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഇലക്ഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് 3rd ചാപ്റ്ററാണ്. സോ പാർട്ട് 1 ആണ് ഈ ഒരു വീഡിയോ. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് വന്നിട്ട് തന്നെ ഇലക്ഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ എന്നാണ് അല്ലേ. അപ്പോൾ ഇലക്ഷൻസിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം കുറച്ച് ടേമുകളൊക്കെ കുറച്ച് പഠിക്കാനായിട്ടുണ്ട്. ഇത് പഠിച്ചാലാണ് നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ഇൻഡെപ്തിലോട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കറിയാമെന്നുള്ള കാര്യമാണ് ഈ ഡെമോക്രസി എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ ഡെമോക്രസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ജനങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു ഫോം ഓഫ് ഗവൺമെൻറ്, നമുക്ക് അങ്ങനെ പറയാം അല്ലേ, ഡെമോക്രസീനെ ജനാധിപത്യം. ഓക്കെ, അപ്പോൾ ഈ ഡെമോക്രസി എന്ന് പറയുമ്പോൾ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി ഉണ്ട്. അതെന്താണെന്നറിയോ, ജസ്റ്റ് ഒരു സെപ്പറേറ്റ് ടേമായിട്ട് ഓർത്തിരുന്നാൽ മതിയേ. വേറൊന്നുമില്ല കാര്യം, ഈ ഡെമോക്രറ്റിക് സിസ്റ്റത്തിനകത്ത് എന്താ ചെയ്യുന്നത്, ജനങ്ങൾ അവരെ ഭരിക്കേണ്ട പ്രതിനിധികളെ അവർ തന്നെ എന്ത് ചെയ്യാണ്, സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ആണല്ലോ അല്ലേ. അതായത് ഇലക്ഷനിലൂടെ നമ്മൾ എന്നെ കാര്യം ആലോചിച്ചൂടെ, നമ്മൾ ഡെമോക്രറ്റിക് കൺട്രിയാണ് ഇന്ത്യ. നമ്മൾ ഈ ഇലക്ഷനിലൂടെ നമ്മളെ ഭരിക്കേണ്ട ആളിനെയാണ് നമ്മൾ, അതായത് അങ്ങനെയുള്ള പ്രതിനിധികളെയാണ് നമ്മൾ ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്നുകൂടി ഒരു ടേം വരാൻ കാരണം. ഓക്കെ ആണല്ലോ. റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ആ റെപ്രസെൻറ്റേറ്റീവ്, അതായത് ആ പ്രതിനിധി, ഓക്കെ, അതാണ് റെപ്രസെൻറ്റേറ്റീവ്. സോ ആ പ്രതിനിധി തിരഞ്ഞെടുക്കുന്ന ആരാണ്, ജനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് പറയാം. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, അത്രയേ ഉള്ളൂ. ദെൻ ഈ ഡെമോക്രസീനെ 2 തരത്തിലുണ്ട് കേട്ടോ. ഡയറക്റ്റ് ഡെമോക്രസി ഉണ്ട്, ഇൻഡയറക്റ്റ് ഡെമോക്രസി ഉണ്ട്. ക്ലിയർ ആണോ? ഡയറക്റ്റ് ഡെമോക്രസി, ഇൻഡയറക്റ്റ് ഡെമോക്രസി. എന്താണ് ഈ ഡയറക്റ്റ് ഡെമോക്രസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞെങ്കിൽ ഒരു രാജ്യത്തെ ആൾക്കാർ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി, ഒരു സൊസൈറ്റിയിലെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ മതി. അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരെല്ലാം ഒന്നിച്ച് ഒരിടത്ത് ഒത്തുകൂടുന്നു. ദെൻ അവർ അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നു. അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഗ്രാമസഭയ്ക്കൊക്കെ പോയിട്ടുണ്ടോ? അത് ഗ്രാമസഭകളെക്കുറിച്ച് കേട്ടിട്ടെങ്കിലും കാണുമല്ലോ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, ഒരു ലൊക്കാലിറ്റിയിലുള്ള എല്ലാ ആൾക്കാരും ഒന്നിച്ചു കൂടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ, പൊതുജനങ്ങളാണല്ലേ, അവരുടെ പ്രശ്നങ്ങൾ ഉദ്യോഗസ്ഥന്മാരോട് അറിയിക്കുന്നുണ്ട്. സോ അതിന് അവർ എന്തെങ്കിലും നടപടികൾ എടുക്കുന്നുണ്ട്, ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് അല്ലേ. ഇടയ്ക്കൊക്കെ ഒന്ന് പോയി നോക്കുക കേട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. സോ എന്തായാലും ഇതും നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തെ എല്ലാ ആൾക്കാരും ഒത്തുകൂടി തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതാണ് ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ പുരാതന ഗ്രീസ് സിറ്റീസിലൊക്കെ ഗ്രീസിലൊക്കെ ഈ ഒരു സിസ്റ്റം നിലനിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് 2ാമത്തെ ടൈപ്പ് ഡെമോക്രസി ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ്. ഓക്കെ, ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാമോ, നമ്മളിതാ ഇലക്ഷനിലൂടെ നമ്മുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സ്, ഇതാണ് ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഡയറക്റ്റ് ഡെമോക്രസി ഫോളോ ചെയ്യാത്തത്? അതിനുള്ള ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു രാജ്യമല്ലേ, ഒത്തിരി ആൾക്കാരില്ലേ. അപ്പം ഇത്രയും ആൾക്കാർക്കും ഒരു എന്താ പറയുക, ഒരിടത്ത് ഒത്തുകൂടി എല്ലാവരുടെയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ? അത് അപ്രാപ്യമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് ഇലക്ഷൻ ഫോളോ ചെയ്യാണ്ട് ഇൻഡയറക്റ്റ് ഇലക്ഷൻ ഫോളോ ചെയ്യുന്നത്, അതായത് ഇൻഡയറക്റ്റ് ഡെമോക്രസി ഫോളോ ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് അറിയത്തില്ല, അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ അവിടെ ഇലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് റെപ്രസെൻറ്റേറ്റീവിനെ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി ഒരു ടേം വരുന്നതാണ് ഇലക്ഷൻ അല്ലേ. ഇലക്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ ഈ ഇലക്ഷൻ? ദ മെത്തേഡ് ഓഫ് ചൂസിങ് റെപ്രസെൻറ്റേറ്റീവ്. ഇത്രയേ ഉള്ളൂ. മെത്തേഡ് ഓഫ് ചൂസിങ് റെപ്രസെൻറ്റേറ്റീവ് ഈസ് നോൺ ആസ് ഇലക്ഷൻ അല്ലേ. നമ്മൾ പ്രതിനിധികളൊക്കെ തിരഞ്ഞെടുക്കുന്ന കാര്യം നമ്മൾ വലുതായിട്ട് പറഞ്ഞു. അപ്പോൾ ഈ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു മെത്തേഡ് അല്ലേ, ആ ഒരു രീതിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, തിരഞ്ഞെടുപ്പ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ദെൻ ഈ ഇലക്ഷൻ തന്നെ 2 തരത്തിലുണ്ട്. ഡയറക്റ്റ് ഇലക്ഷൻ ഉണ്ട്, ഇൻഡയറക്റ്റ് ഇലക്ഷൻ ഉണ്ട്. നേരത്തെ പറഞ്ഞ ഡയറക്റ്റ് ഡെമോക്രസി, ഇൻഡയറക്റ്റ് ഡെമോക്രസിയില്ലേ, അതുപോലെ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇലക്ഷനും ഡയറക്റ്റ് ഇലക്ഷൻ, ഇൻഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറഞ്ഞ് 2 ടൈപ്പിലുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം കേട്ടോ. ഡയറക്റ്റ് ഇലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ പ്രതിനിധികളെ ഇലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യം, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വോട്ടിംഗ് ഡേറ്റ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വോട്ടിംഗ് പോളിൽ നമ്മൾ പോകുന്നുണ്ട്, ബൂത്തിൽ പോകുന്നുണ്ട് അല്ലേ. എന്നിട്ട് നമ്മളവിടെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്ക് നമ്മൾ എന്ത് ചെയ്യും, വോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് നമ്മൾ ഇലക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ഡയറക്റ്റ് ഇലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അതായത് നമ്മൾ നോർമലി നമ്മൾ ഇലക്ഷൻ ചെയ്യാൻ നമ്മുടെ അമ്മയും അച്ഛനും ഒക്കെ എന്താണ് ഈ എന്താ പറയുക, ഇലക്ഷന് പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണല്ലോ. മറ്റേ എന്താ പറയുക, നമ്മുടെ ഇവരെല്ലാം മറ്റേ മഷിയൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു കാര്യമൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും. സോ അങ്ങനെ നമ്മൾ നോർമലി നടക്കുന്ന ഇലക്ഷൻ തന്നെയാണ് ഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല, നമ്മൾ നേരിട്ട് പോയി നമുക്ക് ഇഷ്ടമുള്ള ആൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രസ് ചെയ്യുന്നുണ്ട്. ദെൻ അതിനുശേഷം നമ്മൾ അവരെ ഇലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഡയറക്റ്റ് ഇലക്ഷൻ. ഇതിന് എക്സാമ്പിൾ പറയുന്നത് ലോക്സഭാ ഇലക്ഷൻ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലുള്ള ഇലക്ഷനൊക്കെ ഇതിന്
എക്സാമ്പിളായിട്ട് പറയാം. അതായത് ലോക്സഭ ഇലക്ഷൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വീണ്ടും അങ്ങനെയല്ലേ വീണ്ടും നരേന്ദ്രമോദി സർക്കാരൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ലോക്സഭ ഇലക്ഷൻ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുള്ള ഇലക്ഷനൊക്കെ അതിന് ഡയറക്റ്റ് ഇലക്ഷന് എക്സാമ്പിളാണ്. മീൻസ് നമ്മൾ നേരിട്ട് പോയിട്ട് പബ്ലിക് തന്നെ, ജനങ്ങൾ തന്നെ നേരിട്ട് വന്നിട്ട് ഇലക്ഷൻ വോട്ട് ചെയ്യുന്നു, ആ രീതിയിൽ പോകുന്ന സിസ്റ്റമാണ് വരുന്നത്. ദെൻ ഇൻഡയറക്റ്റ് ഇലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ തിരഞ്ഞെടുത്ത ആൾക്കാരുണ്ടല്ലോ, മീൻസ് പ്രതിനിധികളായിട്ട് നമ്മൾ MLA-മാരായിട്ടും MP-മാരായിട്ടൊക്കെ തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാർ അവർ തന്നെ അവരുടെ ഇടയിൽ ഇലക്ഷൻ നടത്തുന്നു. അതാണ് ഇൻഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ. ഇതൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാവേ. നമ്മുടെ രാജ്യസഭ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, രാജ്യസഭ അല്ലേ? നമ്മൾ ലോക്സഭയുടെ കാര്യം പറഞ്ഞു, അവിടെ ഡയറക്റ്റ് ഇലക്ഷൻ ആണെന്ന്. രാജ്യസഭയൊക്കെ കേട്ടിട്ടില്ലെങ്കിൽ പേടിക്കേണ്ട, നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രാജ്യസഭയുടെ ഇലക്ഷൻ നടക്കുന്ന കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഇൻഡയറക്റ്റ് ഇലക്ഷൻ പിടികിട്ടും. രാജ്യസഭയ്ക്കകത്ത് എന്താ പറയുക, അവിടെയുള്ള മെമ്പേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സെലക്ട് ചെയ്ത് ഓൾറെഡി ഡയറക്റ്റ് ഇലക്ഷനിലൂടെ നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ട് കഴിഞ്ഞാൽ MP-മാരും MLA-മാരും ഒക്കെ ചേർന്നിട്ട് അവരുടെ ഒരു ബോഡി ഉണ്ട്. അവരാണ് മീൻസ് ജനങ്ങളറിയാതെ അവർ തന്നെയാണ് ഇലക്ഷൻ നടത്തുകയും രാജ്യസഭയിലുള്ള മെമ്പേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രസിഡൻറ്റ് അഥവാ രാഷ്ട്രപതി, വൈസ് പ്രസിഡൻറ്റ് അഥവാ ഉപരാഷ്ട്രപതി, ഇവരെയൊക്കെ ഇലക്ട് ചെയ്യുന്നത്. നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇവിടെ പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷൻ വരാൻ പോകുന്നു എന്ന്? അല്ല അല്ലേ, അങ്ങനെ നമ്മൾ കേട്ടിട്ടേ ഇല്ല. ഓക്കെ, അപ്പോൾ പ്രസിഡൻറ്റ് ഇലക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ പൊതുജനങ്ങൾക്ക് അവിടെ പങ്കില്ല. ഈ പൊതുജനങ്ങൾ തന്നെ ഇലക്ട് ചെയ്ത് വിട്ട റെപ്രസെൻറ്റേറ്റീവ് അഥവാ പ്രതിനിധികളാണ് അവരെ ഇലക്ട് ചെയ്യുന്നത്. അതായത് ഇൻഡയറക്റ്റായിട്ട് നമ്മളൊന്നും അറിയാണ്ട് തന്നെ അവിടെ എന്താ പറയുക, അവിടെയെല്ലാം തിരഞ്ഞെടുപ്പ് കഴിയുന്നുണ്ട്. ഇതാണ് ഇൻഡയറക്റ്റ് ഇലക്ഷൻ. ഇത് പറഞ്ഞപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. കാരണം ഞാനിത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഫസ്റ്റ് ഇത് കണ്ടിട്ട് ആകെ പടക്കിളി പോയിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ ഡയറക്റ്റും ഇൻഡയറക്റ്റും പലയിടത്തും കടന്നു വരുന്നതുകൊണ്ട്. അപ്പോൾ വേറൊന്നുമില്ല, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഡെമോക്രസി വേറെ കാര്യം, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഇലക്ഷൻ വേറെ കാര്യം. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുമ്പോൾ വേറൊന്നുമില്ല, ഒരു രാജ്യത്തെ എല്ലാ ആൾക്കാരും ഒത്തുകൂടി ഡിസിഷൻസ് എടുക്കുന്നു, ആ കാര്യം അത്രയേ ഉള്ളൂ. അത് നമ്മൾ ഇന്ത്യ ഫോളോ ചെയ്യുന്നില്ല, നമുക്ക് പറ്റത്തില്ല. ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ തിരഞ്ഞെടുപ്പിലൂടെ സ്ഥാനാർത്ഥികളൊക്കെ നമ്മൾ ഇലക്ട് ചെയ്യുന്നു, ആ രീതിയിലാണ് നമ്മളത് ഫോളോ ചെയ്ത് പോകുന്ന കാര്യമാണ് ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുന്നത്. ദെൻ ഇലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു, അതായത് വേറെ ഒന്നുമില്ല, നമ്മൾ ഈ തിരഞ്ഞെടുപ്പ് ആ ഒരു പ്രോസസ്സിനാണ്, നമ്മൾ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു മെത്തേഡിനെയാണ് ഇലക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. ദെൻ ഡയറക്റ്റ് ഇലക്ഷൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു, നമ്മൾ ഡയറക്റ്റായിട്ട് പോയി വോട്ട് ചെയ്യുന്നു, അങ്ങനെ നമ്മൾ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതാണ് ഡയറക്റ്റ് ഇലക്ഷൻ. ഇൻഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ പൊതുജനങ്ങളെ അറിയാണ്ട് നമ്മൾ തിരഞ്ഞെടുത്ത പ്രതിനിധികൾ തന്നെ എന്താ പറയുക തിരഞ്ഞെടുപ്പ് നടത്തുന്നതാണ് ഇൻഡയറക്റ്റ് ഇലക്ഷൻ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ദെൻ ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് സിസ്റ്റം. ഇതെന്താ സംഭവം എന്നറിയാവോ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡയറക്റ്റ് ഇലക്ഷനാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത് അല്ലേ, നമ്മൾ നേരിട്ട് പോയി വോട്ട് എടുക്കുന്നു, ഇനി പറയണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇന്ത്യ ഫോളോ ചെയ്യുന്ന ഡയറക്റ്റ് ഇലക്ഷൻ്റെ മെത്തേഡിനെയാണ് നമ്മൾ ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് സിസ്റ്റം, അതായത് ആ ഒരു സിസ്റ്റം, അതായത് ഇങ്ങനെ പറയണേ, ദ സിസ്റ്റം ഓഫ് ഡയറക്റ്റ് ഇലക്ഷൻ ഫോളോഡ് ബൈ ഇന്ത്യ ഈസ് നോൺ ആസ് ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. നമ്മളെ ഇന്ത്യ ഫോളോ ചെയ്ത് പോകുന്ന ആ ഡയറക്റ്റ് ഇലക്ഷൻ്റെ സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം അഥവാ FPTP. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം അഥവാ മലയാളത്തിൽ ഇതിനെ കേവല ഭൂരിപക്ഷ സംവിധാനം അല്ലെങ്കിൽ വ്യവസ്ഥിതി എന്നൊക്കെ പറയുന്നുണ്ട്, FPTP. സംഭവം ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുഴുവൻ രാജ്യത്തെയും ഇന്ത്യയുടെ മൊത്തത്തിൽ പല കോൺസ്റ്റിറ്റ്യുവൻസീസ് അഥവാ നിയോജക മണ്ഡലങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്ത് വയ്ക്കും. നമ്മുടെ മൊത്തം ഇന്ത്യ എടുത്ത് കീറി മുറിച്ച് വയ്ക്കുന്നു, അത്രയേ ഉള്ളൂ. അതായത് അങ്ങനെ നമ്മുടെ FPTP അനുസരിച്ച് നമ്മുടെ ഇന്ത്യനെ ആകെ 543 കോൺസ്റ്റിറ്റ്യുവൻസീസ് അഥവാ നിയോജക മണ്ഡലങ്ങളായിട്ടാണ് ഇങ്ങനെ എന്താ പറയുക ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇത് ചെയ്തതിന് ശേഷം ഓരോ എന്താ പറയുക പ്രതിനിധികളും, അതായത് ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധി എന്നുള്ള അളവിലായിരിക്കും അവിടെ ഇലക്ഷൻ നടക്കുന്നത്. കത്തിയോ? വേറൊന്നുമില്ല, ഓരോ എന്താ പറയുക കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും തിരഞ്ഞെടുത്ത് വരുന്നുണ്ടാവുക. അപ്പോൾ ആകെ ഇന്ത്യക്ക് എത്ര റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും അവിടെ വരുന്നത്? 543 അല്ലേ. 543 കോൺസ്റ്റിറ്റ്യുവൻസീസ് അല്ലേ ഉള്ളത്, ഓരോന്നിൽ നിന്ന് ഓരോ ആൾക്കാരല്ലേ വരുന്നത് തിരഞ്ഞെടുത്ത്, അത്രയേ ഉള്ളൂ. 543 ആൾക്കാരുണ്ട്. പക്ഷെ അവിടുത്തെ ഒരു കണ്ടീഷൻ ഉണ്ട്, ആർക്കെങ്കിലും തോന്നിയ പോലെ കയറി വരാൻ പറ്റുമോ? ഇല്ല. ഏറ്റവും നമ്പർ ഓഫ് വോട്ട് കിട്ടുന്ന ആൾ അല്ലേ. നമ്മൾ ഈ വാർത്തയുടെ ഈ വോട്ടിങ്ങിൻ്റെ റിസൾട്ടൊക്കെ പറയുന്ന ന്യൂസൊക്കെ കേൾക്കുമല്ലോ അല്ലേ. അപ്പോൾ അതിലൊക്കെ പറയുന്നില്ലേ ഇത്ര വോട്ട് കിട്ടുന്നുണ്ട്, അപ്പോൾ ഇത്ര വോട്ട് കിട്ടി ഇന്ന ആൾ മുന്നിലെത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നില്ലേ. അതാണ് കാര്യം. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളാണ് എന്ത് ചെയ്യുന്നത്, ജയിച്ച് പ്രതിനിധിയായിട്ട് വരുന്നുണ്ടാവുക ആ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. FPTP എന്ന് വെച്ചാൽ നമ്മുടെ മുഴുവൻ രാജ്യത്തെയും 543 കോൺസ്റ്റിറ്റ്യുവൻസീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. പിന്നെ അവിടെ നിന്ന് ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്ന് ഓരോരുത്തരായിട്ട് ഇലക്ട് ചെയ്ത് വരുന്നു. ദെൻ അയാൾക്ക് ഏറ്റവും കൂടുതൽ വോട്ടും കിട്ടിയിട്ടുണ്ടാവണം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി ഈ ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് സിസ്റ്റം അഥവാ കേവല ഭൂരിപക്ഷ വ്യവസ്ഥിതി തന്നെ പല പേരുകളിൽ അറിയപ്പെടുന്നു. ഞാൻ പേരുകൾ പറഞ്ഞുതരാം.
ഒരു പേരെന്ന് പറയുമ്പോൾ സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം എന്നറിയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ റിലേറ്റീവ് മെജോറിറ്റി സിസ്റ്റം എന്നറിയപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ പ്ലൂറാലിറ്റി സിസ്റ്റം എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ പേരുകളൊക്കെ ഓർത്തിരിക്കുക, വൺ വേർഡിനൊക്കെ ചോദിക്കും കേട്ടോ. ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം, സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം, റിലേറ്റീവ് മെജോറിറ്റി സിസ്റ്റം, പ്ലൂറാലിറ്റി സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ FPTP. നമ്മൾ സിമ്പിളായിട്ട് പഠിച്ചു കഴിഞ്ഞു. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലിടാൻ മടിക്കേ വേണ്ട കേട്ടോ. ദെൻ അതുമാത്രമല്ല, നമ്മുടെ ക്ലാസ്സിന് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ക്ലാസ്സൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.